പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നീ സ്വീകരിച്ച പാതയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് ക്ഷമ നൽകണമേ. ഞങ്ങളുടെ സ്വന്തം ധാരണയിലല്ല, മറിച്ച് നിന്റെ വഴികാട്ടുന്ന കൈകളിലാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ സ്വന്തം ആശ്വാസത്തിനല്ല, മറിച്ച് നിന്റെ രാജ്യത്തിന് സന്തോഷത്തിനായിരിക്കട്ടെ. കാരണം നിന്റെ കുരിശ് ഇപ്പോഴും നിത്യതയുടെ നാളിലേക്കും ഞങ്ങളുടെ പ്രത്യാശയും സന്തോഷവുമാണ്. ആമേൻ. നമുക്കിപ്പം അല്പസമയം മൗനമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, എന്നെക്കുറിച്ചുള്ള നിന്റെ അറിവ് ഞാൻ ഗ്രഹിക്കുന്നതിനേക്കാളും ഏത് നിമിഷവും കാണുന്നതിനേക്കാളും മികച്ചതാണ്. എന്നേക്കാൾ നന്നായി നീ എന്നെ അറിയുന്നു. ഇപ്പോൾ നിന്റെ കാരുണ്യത്തിൽ ആശ്രയിക്കാനും നിന്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ എന്നെ തന്നെ കാണാനും എനിക്ക് യഥാർത്ഥ അനുതാപം ഉണ്ടാകാനും സത്യസന്ധമായ ഒരു കുമ്പസാരം നടത്താനും നിന്നിൽ പാപമോചനവും പൂർണ്ണമായ മോചനവും കണ്ടെത്താനും എന്നെ സഹായിക്കണമേ. ആമേൻ. നമുക്കിപ്പം അല്പസമയം മൗനമായി പ്രാർത്ഥിക്കാം. അവസാനിക്കുന്ന ദിവസത്തിലെ എല്ലാ നന്മകൾക്കും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസം എൻ്റെ പാപങ്ങൾക്കും വീഴ്ചകൾക്കും ഞാൻ ദൈവത്തിൻ്റെ കരുണ ചോദിക്കുന്നു. ഈ രാത്രിയിൽ എൻ്റെ വീട്ടിലും ലോകമെമ്പാടും ദൈവത്തിൻ്റെ സമാധാനം ഞാൻ തേടുന്നു. ആമേൻ. നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ദൈവമേ, പകലിനെ തുടർന്ന് വൈകുന്നേരം നിന്റെ ദാനമാണ്. ആ വിശ്രമം ഞങ്ങളെ അധ്വാനത്തിന് ശേഷം പുനഃസ്ഥാപിക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ അവ നിന്റെ കൃപയുള്ള കയ്യിൽ നിന്നാണ് വരുന്നതെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ആമേൻ. നമുക്കിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, നിഴലുകൾ മാറുകയും വൈകുന്നേരം ആകുകയും തിരക്കേറിയ ലോകം നിശബ്ദമാകുകയും ജീവിതത്തിൻ്റെ പനി അവസാനിക്കുകയും ഞങ്ങളുടെ ജോലി പൂർത്തിയാകുകയും ചെയ്യുന്നതുവരെ ദിവസം മുഴുവൻ ഞങ്ങളെ താങ്ങണമേ. അപ്പോൾ നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് സുരക്ഷിതമായ ഒരു വാസസ്ഥലവും വിശുദ്ധമായ വിശ്രമവും അവസാനത്തെ സമാധാനവും നൽകണമേ. ആമേൻ. നമുക്ക് ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കാം. നമുക്കിപ്പോൾ മൗനമായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, നീ ലോകത്തെ സൗന്ദര്യത്താൽ നിറച്ചിരിക്കുന്നു. നിന്റെ എല്ലാ പ്രവൃത്തികളിലും നിന്റെ കൃപയുള്ള കൈ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. അങ്ങനെ നിന്റെ മുഴുവൻ സൃഷ്ടിയിലും സന്തോഷിച്ചുകൊണ്ട് സകലവും സൃഷ്ടിക്കപ്പെട്ട നിന്റെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം സന്തോഷത്തോടെ നിന്നെ സേവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ ദൈവമേ, എല്ലാ ഹൃദയങ്ങളിലും സമാധാനത്തിൻ്റെ യഥാർത്ഥ സ്നേഹം ജ്വലിപ്പിക്കണമേ. ഭൂമിയിലെ ജാതികൾക്കായി ആലോചന നടത്തുന്നവരെ നിന്റെ ജ്ഞാനത്താൽ നയിക്കണമേ. അങ്ങനെ ഭൂമി നിന്റെ സ്നേഹത്തിൻ്റെ പരിജ്ഞാനത്താൽ നിറയുന്നതുവരെ നിന്റെ ആധിപത്യം സമാധാനത്തോടെ വർദ്ധിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ ഇന്നും എന്നേക്കും നിന്നോടൊപ്പം ജീവിച്ചു വാഴുവാൻ ഇടയാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ,
ലോകജനതകളുടെ നീതിയുടെയും സത്യത്തിൻ്റെയും വഴിയിലേക്ക് നയിക്കുകയും നീതിയുടെ ഫലമായ സമാധാനം ഇടയിൽ സ്ഥാപിക്കുകയും ചെയ്യണമേ. അങ്ങനെയാണ് അവർ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ രാജ്യമായി തീരും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പിതാവായ ദൈവമേ, നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ അവിടുത്തെ പുത്രൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അവരെയും ഞങ്ങളെയും മുൻവിധിയിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ. വെറുപ്പിൽ നിന്നും ക്രൂരതയിൽ നിന്നും പ്രതികാരത്തിൽ നിന്നും അവരെയും ഞങ്ങളെയും വിടുവിക്കണമേ. നിന്റെ നല്ല സമയത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നിന്റെ മുമ്പാകെ അനുരഞ്ജനത്തിൽ നിൽക്കാൻ ഞങ്ങളെയെല്ലാം പ്രാപ്തരാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിൻ്റെയും അധിപതി, ഈ ഇടവക കുടുംബത്തിനായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. വിശ്വാസികളെ ശക്തിപ്പെടുത്തണമേ. അശ്രദ്ധരെ ഉണർത്തണമേ. അനുതപിക്കുന്നവരെ പുനഃസ്ഥാപിക്കണമേ. ഞങ്ങളുടെ പൊതുജീവിതത്തിന് ആവശ്യമായതെല്ലാം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വിശുദ്ധ സഭയ്ക്കുള്ളിൽ ഞങ്ങളെല്ലാവരും ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരാക്കി മാറ്റണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. സർവശക്തനായ ദൈവമേ, ഈ നല്ല ദേശം ഞങ്ങളുടെ പൈതൃകമായി ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളുടെ കൃപയെ ഓർക്കുന്നവരും നിങ്ങളുടെ ഇഷ്ടം ചെയ്യാൻ സന്തോഷിക്കുന്നവരുമായ ഒരു ജനമായി ഞങ്ങൾ എപ്പോഴും തെളിയിക്കപ്പെടണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. മാന്യമായ വ്യവസായം, നല്ല പഠനം, ശുദ്ധമായ പെരുമാറ്റം എന്നിവയാൽ ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. അക്രമം, വിയോജിപ്പ്, ആശയക്കുഴപ്പം എന്നിവയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അഹങ്കാരം, അസൂയ, എല്ലാ ദുഷ്ടമാർഗങ്ങളും എന്നിവയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളെ സംരക്ഷിക്കണമേ. പല വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന ജനക്കൂട്ടത്തെ ഏകീകൃത ജനതയാക്കി മാറ്റണമേ. നിങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ ഭരണാധികാരം ഏൽക്കുന്നവരെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ സഹായിക്കണമേ. അങ്ങനെ വീട്ടിൽ നീതിയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങളുടെ നിയമത്തോടുള്ള അനുസരണത്തിലൂടെ ഭൂമിയിലെ ജനതകളുടെ ഇടയിൽ ഞങ്ങൾ നിങ്ങളുടെ സ്തുതിയെ പ്രഘോഷിക്കട്ടെ. സമൃദ്ധിയുടെ സമയത്ത് നിങ്ങളുടെ ഹൃദയങ്ങളെ നന്ദി കൊണ്ട് നിറയ്ക്കണമേ. കഷ്ടദിവസത്തിൽ നിന്നോടുള്ള ഞങ്ങളുടെ ആശ്രയം നഷ്ടമാകാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. പിതാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുത്രനായ ദൈവം നിങ്ങളെ സുഖപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധവും അവിഭക്തിയുമായ ത്രിത്വമായ ദൈവം നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുകയും നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുകയും തൻ്റെ സ്വർഗീയ രാജ്യത്തിലേക്ക് നിങ്ങളെ സുരക്ഷിതമായി കൊണ്ടുവരികയും ചെയ്യട്ടെ. അവിടെ അവൻ എന്നേക്കും വസിക്കുകയും വാഴുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. കർത്താവായ യേശുക്രിസ്തുവേ, കഷ്ടപ്പാടുകളിലെ നിന്റെ ക്ഷമയാൽ നീ ഭൂമിയിലെ വേദനയെ വിശുദ്ധീകരിച്ചു. നിന്റെ പിതാവിൻ്റെ ഹിതത്തോടുള്ള അനുസരണത്തിൻ്റെ മാതൃക ഞങ്ങൾക്ക് തന്നു. എൻ്റെ ബലഹീനതയുടെയും വേദനയുടെയും സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. എൻ്റെ ശക്തിയും ധൈര്യവും ക്ഷയിക്കാതിരിക്കാൻ നിന്റെ കൃപയാൽ എന്നെ താങ്ങണമേ. നിന്റെ ഹിതപ്രകാരം എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നിത്യജീവനിൽ എന്നെ
സൂക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് സംഭവിക്കുന്നത് നിസ്സാരമാണെന്ന് എപ്പോഴും വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.